ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് നമ്മുടെ വീടിനടുത്തുള്ള തിരുനന്തിക്കരയിലെ ശ്രീ നന്ദീശ്വര ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഉത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ്. ശിവരാത്രിക്ക് 12 ശിവാലയങ്ങൾ ദർശനം ചെയ്യുമെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ. അങ്ങനെ ശിവാലയത്തിൻ്റെ 4ാമത്തെ ക്ഷേത്രമാണ് തിരുനന്തിക്കരയിലെ ഈ ശ്രീ നന്ദീശ്വര ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവത്തിന് കൊടി കയറുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതായത് ശിവാലയ ദർശനത്തിന് വരുന്ന ആദ്യത്തെ ഭക്തനെ കണ്ട ശേഷമാണ് ഇവിടെ കൊടി കയറുന്നത്. അപ്പോൾ ശിവരാത്രിയുടെ തലേന്ന് രാത്രി ഏതാണ്ട് 7 മുതൽ 7:30 വരെയൊക്കെ ആകും. കാരണം ഈ 12 ശിവാലയങ്ങളും പാദയാത്രയായി വരുന്നവർ അവരവരുടെ സൗകര്യത്തിനനുസരിച്ചാണല്ലോ ശിവാലയ ദർശനങ്ങൾ നടത്തുന്നത്. ബസ്സുകളിൽ പോകുന്ന കാണാം, പ്രൈവറ്റ് വാഹനങ്ങളിൽ പോകുന്നവർ കാണാം. അപ്പോൾ പാദയാത്രയായിട്ട് വരുന്ന ആൾക്കാർ ശിവരാത്രിയുടെ തലേന്ന് തന്നെ രാവിലെ നടക്കാൻ തുടങ്ങും. അപ്പോൾ വൈകുന്നേരമാകും ഈ 4ാമത്തെ ക്ഷേത്രത്തിലെത്താൻ. അതിനുശേഷമാണ് ഇവിടുത്തെ കൊടികയറ്റം. എനിക്കിവിടുത്തെ കൊടികയറ്റം കാണാൻ വരാൻ സാധിച്ചില്ല. പിന്നെ ഒരു ചൊല്ലുണ്ട്, കൊടികയറ്റം കണ്ടാൽ കൊടി ഇറക്കവും കാണണമെന്ന്. അത് സാധിക്കുമെന്നുള്ളവർ പാലിച്ചു പോകാറുണ്ട്. പിന്നെ 10 ദിവസത്തെ ഉത്സവമാണ്. ആർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് നാട്ടിലിരിക്കുന്ന ഒരാൾ പിറ്റേ ദിവസം അബ്രോഡായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രകളുണ്ടാവാം. അങ്ങനെയാണ്. പണ്ടൊക്കെ ഒരു ഗ്രാമത്തിൽ അവരുടെ ക്ഷേത്രത്തിൽ അവരുടെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കൊടി കയറിയാൽ പിന്നെ കൊടി ഇറങ്ങുന്നത് വരെ ആരും ആ നാട് വിട്ട് പുറത്തു പോകില്ല. ഇന്നത് സാധിക്കില്ലല്ലോ. പിന്നെ അതിന് ആരും തന്നെ ഒരു നിയമമൊന്നും അങ്ങനെ പറയുന്നില്ല. ആർക്കും പരാതിയോ പരിഭവമോ ഒന്നുമില്ല. അതുതന്നെയാണ് സനാതന ധർമ്മവും. ആർക്കും എന്തും അവരവരുടെ സൗകര്യം പോലെ അടുത്തവർക്ക് ശല്യമാകാത്ത എന്തും ചെയ്യാം. നമ്മളങ്ങനെ ഇതാ അമ്പലത്തിന് മുന്നിലെത്തി. എൻ്റെ അമ്മയും കൂടെ ഉണ്ട്. അമ്മ വീട്ടിൽ വന്നതാണ് വെറുതെ ഞങ്ങളെ കാണാൻ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്നിറങ്ങിയപ്പോൾ അമ്മയും വന്നു. അമ്മയുടെ വീടിനടുത്താണ് തൃപ്പരപ്പ് മഹാദേവർ ക്ഷേത്രം. അത് 3ാമത്തെ ക്ഷേത്രമാണ്. നമ്മുടെ വീടിനടുത്ത് 4ാമത്തെ ക്ഷേത്രമായ ശ്രീനന്ദീശ്വര ക്ഷേത്രവും. അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറി. നല്ല ദർശനമായിരുന്നു. നമ്മൾ വന്ന സമയം വലിയ തിരക്കില്ല. അന്നത്തെ ദീപാരാധനയൊക്കെ തൊഴാൻ സാധിച്ചു. ഞങ്ങളങ്ങനെ ഉള്ളിൽ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വെളിപ്രകാരത്തിന് വേണ്ടി പുറത്ത് വന്നിട്ടുണ്ട്. ആദ്യം ധർമ്മശാസ്താവാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ശാസ്താവാണ്. അത് കഴിഞ്ഞ് അങ്ങനെ ചുറ്റി പോകുമ്പോൾ അവിടെ കൃഷ്ണനുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാൻ. അത് കഴിഞ്ഞ് വരുമ്പോൾ നാഗരുണ്ട്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇവിടെ വെളിയിലുള്ള ദേവതമാരുടെ പ്രതിഷ്ഠകളൊക്കെ. ഇത് വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്. മാത്രമല്ല ഇവിടെ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. 8ാം നൂറ്റാണ്ടിലെ തമിഴ് ലിഖിതങ്ങൾ ഇവിടെയുണ്ട്. ഈ ഗുഹാക്ഷേത്രം ഇവിടുന്ന് കുറച്ച് മുകളിലാണ്. അവിടെ ഒരു ശിവലിംഗവും ഉണ്ട്. എല്ലാ തിങ്കളാഴ്ചയും അവിടെ പൂജ നടക്കാറുണ്ട്. പക്ഷേ ഇപ്പം പോകാൻ പറ്റില്ല, ഞങ്ങൾ സന്ധ്യ ആയത് കാരണം അങ്ങോട്ട് പോണില്ല. ഇപ്പോൾ ഈ ഗുഹാക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്ഷനിലാണ്. ഒരു തിങ്കളാഴ്ച ദിവസങ്ങളിൽ രാവിലെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇതിവിടെ അങ്ങ് പോയി നമുക്ക് നല്ല ദർശനം കിട്ടും. ഇതൊക്കെ വെറും ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ക്ഷേത്രം കൂടെയാണ്. എനിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളൊരു സന്തോഷത്തോടെ ഞാനും മടങ്ങുകയാണ്.
നല്ല ദർശനം കഴിഞ്ഞു നമ്മളങ്ങനെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബും കൂടെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.